Hi friends, welcome back to my channel, your online teacher. So prediction 2 ആണ് നമ്മൾ ചെയ്യുന്നത്. പൈ ഡയഗ്രാം ആണ്. പൈ ഡയഗ്രാം അല്ലെങ്കിൽ ബാർ ഡയഗ്രാം എന്തായാലും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ പൈ ഡയഗ്രാം നോക്കുന്നുണ്ട്, ബാർ ഡയഗ്രാം, കമ്പോണൻറ്റ് ബാർ ഡയഗ്രാം എല്ലാം നോക്കുന്നുണ്ട്. സോ പൈ ഡയഗ്രാം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ തന്നിട്ടുള്ള ഡേറ്റ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളൂ. അത് മണിക്കൂറിലാണ് തന്നിരിക്കുന്നത്, നമ്പേഴ്സ് രൂപത്തിൽ. അത് പെർസെൻറ്റേജും അല്ല ആംഗിളും അല്ല തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അറിയില്ലാത്തവരെന്ത് ചെയ്യും, നേരെ ഇത് 15 ഡിഗ്രി 18 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വയ്ക്കും. അങ്ങനെ എഴുതുമ്പോൾ അത് തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇവിടെ കൃത്യമായിട്ടൊരു കാൽക്കുലേഷൻ ആവശ്യമുണ്ട്. ആദ്യം ഈ തന്നിട്ടുള്ള ഡേറ്റയെ നമ്മൾ പെർസെൻറ്റേജ് ആക്കിയിട്ട് മാറ്റണം. പെർസെൻറ്റേജ് ആക്കിയിട്ട് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെർസെൻറ്റേജ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. 15 + 18 + 30 + 25 + 80 168 ആണ് ഇതിൻ്റെ ടോട്ടൽ. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് ആക്കണം. എങ്ങനെ പെർസെൻറ്റേജിലേക്ക് ആക്കും? 15 / 168 × 100 എത്ര വരും? 15 / 168 × 100. അത് നമുക്ക് വരുന്നത് 8.9. സോ 9% എന്ന് എടുക്കാം. ഓക്കെ, 9%. ദെൻ 18 / 168 × 100 അതെടുക്കുമ്പോൾ 10.7 ആണ്. നമുക്കത് 11% എന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ദെൻ 30 / 168 × 100 17.8 ആണ്. നമുക്കത് റൗണ്ട് ചെയ്തിട്ട് 18% എന്ന് എടുക്കാം. Then 25 / 168 × 100 14.8 ആണ്. നമുക്കതിന് 15% എന്ന് എടുക്കാം. Then 80 / 168 × 100 47.6 ആണ്. നമുക്കത് 48% എന്ന് എടുക്കാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം, കാരണം പെർസെൻറ്റേജ് 100-ലാണല്ലോ. 9 + 11 + 18 + 15 + 48 101 വരുന്നുണ്ട്. നമ്മളിത് ടോട്ടൽ എടുക്കുന്ന സമയത്ത് 101 ഉണ്ട്. അപ്പം നമുക്ക് ഒന്നൊന്ന് കുറയ്ക്കണമല്ലോ. അപ്പോൾ ഇത് 10% എന്ന് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ചെറിയ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം, കുഴപ്പമില്ല. ദെൻ നമ്മൾ ആ കറക്റ്റ് പോയിൻ്റ് എടുത്തിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. പക്ഷേ പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വരുമ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ആംഗിളിലേക്ക് മാറ്റണം. ആംഗിളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആ വാല്യൂവിന് × 3.6 ചെയ്യണം. അപ്പോൾ 9 × 3.6 ചെയ്യുമ്പോൾ 32.4 ആണ് വരുന്നത്. അത് നമുക്ക് 32 ഡിഗ്രി എന്ന് എടുക്കാം. ദെൻ 10 × 3.6 എന്ന് പറയുമ്പോൾ 36 ഡിഗ്രിയാണ് വരുന്നത്. 18 × 3.6 ചെയ്യുമ്പോൾ 65 ഡിഗ്രിയാണ് വരുന്നത്. 15 × 3.6 ചെയ്യുമ്പോൾ 54 ഡിഗ്രിയാണ് വരുന്നത്. ആൻഡ് 48 × 3.6 ചെയ്യുമ്പോൾ 172.8 173 ഡിഗ്രി എന്ന് എടുക്കാം. സോ നമ്മൾ ടോട്ടൽ ചെയ്യുക. 32 + 36 + 65 + 54 + 173 360 ടോട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റാണ് 360 ഡിഗ്രി. കാരണം ആംഗിളിൻ്റെ ടോട്ടൽ 360 ഡിഗ്രിയാണ് വരേണ്ടത്. അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ചിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു റേഡിയസും കൂടി വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊട്രാക്ടർ ഉണ്ടല്ലോ, അതിവിടെ വെച്ചിട്ട് നമ്മളിതിൽ ആംഗിൾസ് എടുക്കുക. ഫസ്റ്റ് 32 ഡിഗ്രി അല്ലേ വരുന്നത്. അപ്പോൾ 32 നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇവിടെ എനിക്ക് ഏകദേശം ഒരു കൈക്കണക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതാണ് അത് 32 ഡിഗ്രി എന്നുള്ള കണക്കിന് ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. ഓക്കെ, 32 ഡിഗ്രി എന്നുള്ള രീതിക്ക് എടുത്തു. ഇനി 36 ഡിഗ്രി അത് ഞാനൊരു കൈക്കണക്ക് ഇങ്ങോട്ട് എടുക്കുകയാണ്. 36 ഡിഗ്രി. ദെൻ 65 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇരട്ടി വരുമല്ലോ, ഇരട്ടിയോളം വരണമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. ദെൻ 54 ഉണ്ട്. 54 ഇതാണെന്നും പിന്നെ ബാക്കിയുള്ളത് 173 ആണെന്ന് അസ്യൂം ചെയ്യണം. നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഓരോന്നും എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തത്തിൽ 5 രീതിക്കാണ് വരുന്നത്. 5-നും 5 ഷെയ്ഡാണ് കൊടുക്കണ്ടേ. ഫസ്റ്റത്തേന് ലൈൻ കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡിന് ഡോട്ട്സ് കൊടുക്കാം. തേർഡിന് ഇപ്പോൾ നിങ്ങൾക്ക് ഇനി പാറ്റേൺ അറിയില്ലെങ്കിൽ പല പല ഷേപ്സ് ഓരോന്നിൻ്റെ ഉള്ളിൽ വരച്ചിട്ടാലും മതി. ഓക്കെ, ഇവിടെയാണ് ട്രയാങ്കിൾ വരച്ചിട്ടു. ദെൻ ബാക്കി അതിലൊരു പ്ലെയിനായിട്ട് കിടന്നാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സ് ഇതിൻ്റെ ഒപ്പം തന്നെ വരയ്ക്കണം. നമ്മളതിനെ ലെജൻഡ് എന്നാണ് പറയുക. ലെജൻഡ് എന്ന് വെച്ചാൽ
ഇവിടെ 5 കാര്യങ്ങൾ നമ്മളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് 5ഉം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് ഐഡിയ കിട്ടണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെജൻഡ് വരയ്ക്കുന്നത്. ഓക്കെ, ഇവിടെ 5 ബോക്സ് വരയ്ക്കണം. 5 ബോക്സ് വരച്ചിട്ട് ആദ്യത്തിൻ്റെ ഉള്ളിൽ ലൈനാണല്ലോ, അപ്പോൾ ലൈൻ ഇടാം. രണ്ടാമത്തേൻ്റെ ഉള്ളിൽ ഡോട്ട്സ് ആണ്, പിന്നെ സ്ക്വയറാണ്, പിന്നെ ട്രയാങ്കിളാണ്, പിന്നെ അടുത്തതിലൊന്നുമില്ല. ഇനി ഈ നമ്മൾ ലൈൻ വരച്ചിട്ടുള്ളത് സ്റ്റഡി ആണ് എന്ന് എഴുതാം. സ്റ്റഡി. മറ്റേത് ഓൺലൈൻ ക്ലാസ്സാണ്. ദെൻ എൻ്റർടൈൻമെൻ്റ് ആണ്, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസും അതേഴ്സും ആണ്. ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസും അതേഴ്സും ആണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഇതിനുള്ളിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താലും മതി. ഇങ്ങനെ വരയ്ക്കുമ്പോഴാണ് ഒരു പൈ ഡയഗ്രം കംപ്ലീറ്റ് ആകുന്നത്. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് പൈ ഡയഗ്രം എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് പഠിക്കണം. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്